നിരന്തരമായിട്ട് നമ്മുടെ മതത്തെയും നമ്മുടെ ദൈവസങ്കല്പത്തെയും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, അതിനെ ചലനാത്മകമാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം അതോ അത്രയും കഠിനമായിട്ടുള്ള ക്രൂരത എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം അത് ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗഭേദങ്ങളുടെയും വാളുകൊണ്ട് വെട്ടി ഇട്ടിരിക്കുന്ന, കീറി മുറിച്ചിട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഒരുമിച്ച് ചേർത്ത് ഒരു മാനവികതയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റുള്ളതായ വിഭജനങ്ങളും മുറിവുകളുമാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അങ്ങനെ കീറി പറഞ്ഞു പോയ ഒന്നാണ് ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ഒരു വാക്ക്. പണ്ടൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് നമ്മളെ കോരിത്തരിപ്പിച്ചിരുന്നു. ഇന്നാണെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന പദം ഒരു കൾച്ചറൽ വൈറസ് ബാധിച്ചതുപോലെ ഒരു മരവിപ്പ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ മനുഷ്യരെല്ലാവരും ഒന്നായി തീരുന്ന, അത് ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ ഒക്കെ തന്നെ അതിനുപരിയായിട്ട് മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളൊരു സങ്കല്പത്തെ പറ്റിയുള്ള ഒരു സാധ്യത പോലും ഇന്ന് അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓരോരോ ജാതിയും മതവും അതിൻ്റെതായിട്ടുള്ള വർഗീയതകളും എല്ലാം കൂടി ചേർന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം ഹിംസാത്മകമാണ് നമ്മുടെ സമൂഹം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വർഗീയത അങ്ങനെ ആകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മതവർഗീയതയായാലും മറ്റു വർഗീയതകളുടെയൊക്കെ തന്നെ വലിയ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രശ്നങ്ങളെയും എടുത്തെടുത്ത് ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കാലം എന്താണ്, അതിദാരുണമായ വിധത്തിൽ എങ്ങനെയാണ് നമ്മുടെ കാലം ഇങ്ങനെ കീറി പറഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളത് ഏറെ വിശദീകരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കീറി പറഞ്ഞു പോയ നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മതത്തെ സംബന്ധിച്ച്, നമ്മുടെ ആത്മീയതയെ സംബന്ധിച്ചുള്ള നിർവചനങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതായ ഒരു വലിയ വെല്ലുവിളി നമുക്കുണ്ട്. എന്തായാലും നമുക്ക് പ്രകാശം ചൊരിയുന്ന ഒരു കാര്യം വിശുദ്ധനായ ചാവറയച്ചനിലൂടെ പിറവി കൊണ്ട ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ചാവറയച്ചൻ ആത്മീയതയെ ഒരു മതേതര ആത്മീയത എന്നോ മതേതര ക്രിസ്തീയത എന്നോ അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാക്കാണ്, മതേതര ക്രിസ്തീയത എന്ന് പറയുന്ന ഒരു വാക്ക്. അങ്ങനെ മതേതര ക്രിസ്തീയത എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലേക്കാണ് ശരിക്കും നമ്മുടെ ഈ സമൂഹത്തെ ചാവറയച്ചൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. അതിന് ശ്രീനാരായണ ഗുരു വരുന്നതിനേക്കാൾ അദ്ദേഹം, നാരായണ ഗുരുവും മറ്റ് നവോത്ഥാന ശില്പികളും ഇവിടെ നവോത്ഥാനത്തിന്റെ വിത്തുകൾ വിതറുന്നതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ ചാവറയച്ചൻ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെക്കുറിച്ചുള്ള വളരെ സർഗാത്മകമായിട്ടുള്ള ആത്മീയ സൗരഭ്യമുള്ള ഒരുപാട് സങ്കല്പങ്ങൾ കൊണ്ടുവരികയും അത് സമൂഹത്തിലാകെ പടർത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഒരു ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെതായിട്ടുള്ള ലാളിത്യം കൊണ്ടായാലും അതിന് നിലപാടുകൾക്കുണ്ടായാലും അതിൻ്റെ പരിഗണനകൾ കൊണ്ടായാലും അത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ, ഏറ്റവും ചവിട്ടി താഴ്ത്തപ്പെട്ടവരുടെ വേദനകളെ, നിലവിളികളെയൊക്കെ ഒരു പോരാട്ടമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ആത്മീയതയാണ് ക്രിസ്തുവിൻ്റേതെന്ന് നമുക്കൊക്കെ അറിയാം. അതിനെക്കുറിച്ചും അധികമൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സുവിശേഷത്തിലെ ക്രിസ്തുവിൽ ഒരുപാട് ക്രിസ്തുമാരുണ്ട്. സുവിശേഷത്തിലെ ക്രിസ്തു അത് തീയും വാളുമായി വന്ന ക്രിസ്തു ഉണ്ട്. നിന്ദിതനായിട്ടും അപമാനിതനായിട്ടും ഉന്മാദിയായിട്ടും കാമുകനായിട്ടും മരിച്ചടക്കപ്പെട്ടവനായിട്ടും അങ്ങനെ പല പല രീതികളിൽ യേശു ഈ 3 വർഷക്കാലം സുവിശേഷത്തിൽ ഇങ്ങനെ നിറഞ്ഞാടുകയാണ് ചെയ്തത്. എന്തൊക്കെ തരത്തിലായ വൈവിധ്യങ്ങളിലാണ് തൻ്റെ നിലപാടുകളെ അദ്ദേഹം ധീരമായിട്ട് ആവിഷ്കരിച്ചതെന്ന് നമുക്കറിയാം. അത് അസാധാരണമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ യാതൊരു കോൺട്രഡിക്ഷൻസും ഇല്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത. പലപ്പോഴും നമ്മുടെ എല്ലാ ഗുരുക്കന്മാരായാലും മറ്റു നേതാക്കന്മാരായാലും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കും. ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വാക്കും തമ്മിലുള്ളതായ വലിയ വൈരുദ്ധ്യങ്ങളൊക്കെ കാണും. ഒരു തരത്തിലുള്ളതായ വൈരുദ്ധ്യവും യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എല്ലാം അത്രയും പരിപൂർണമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, സമന്വയിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗത്തിലൂടെ തന്നെ അദ്ദേഹം എന്താണ് ഈ ലോകം, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗത്തോടു കൂടിയിട്ടാണ് യേശു മലയിറങ്ങി വന്നത് എന്ന് നമുക്കറിയാം. അതിനകത്ത് ഒരു നീതിയുടെ മഷി കൊണ്ടാണ് സുവിശേഷം എഴുതപ്പെട്ടത്. നീതിയുടെ മഷി കൊണ്ടാണ് സുവിശേഷം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. നീതിയാണ് ശരിക്കും അതിൻ്റെ മുഴുവൻ. നീതിയുടെ ഒരു ലാവണ്യമുണ്ട്, നീതിക്കൊരു സൗന്ദര്യമുണ്ട്. അത് അതിശക്തമായ രീതിയിൽ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ സുവിശേഷം ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഓരോരോ ഘട്ടങ്ങളിൽ
ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും അത് വരുന്നുണ്ട്. അപ്പൊ യേശുവായിട്ട് മാറുന്നതിന് അനേക കാര്യങ്ങളുണ്ട്. യേശു നമ്മളിൽ ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു നമ്മളെ സഹായിക്കുന്ന ഒരാള്, ഒരു ശത്രുത ചെയ്യുന്ന ഒരാള്, ഒരു ഗണികയായിട്ടുള്ള ആള്, ജ്ഞാനിയായിട്ടുള്ള ഒരാള്, ഇങ്ങനെ ജീവിതത്തിലെ പലതരത്തിലുള്ളതായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അതെല്ലാം ചേർന്നിട്ടാണ് യേശു ഉണ്ടാവുന്നതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യേശു ആകാം. ജ്ഞാനിയായിട്ടുള്ള ഒരാൾക്കും, ഒരു ഗണികയായിട്ടുള്ള, പാപിയായിട്ടുള്ള, മോഷ്ടാവായിട്ടുള്ള, അറിവില്ലാത്തവനായിട്ടുള്ള, അങ്ങനെ എല്ലാവരെയും ചേർന്നിട്ടാണ് ഒരു യേശു ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അത്രയും വൈവിധ്യമാർന്ന ഒരു വ്യക്തിത്വം അതിനകത്തുള്ളത് കൊണ്ട് നമ്മളുടെ കുറവുകളും നമ്മുടെ ഇല്ലായ്മകളെ ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടും നമുക്ക് യേശുവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുമെന്നുള്ള വളരെ വലിയൊരു വെല്ലുവിളി ശരിക്കും യേശു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു തരുന്നുണ്ട്. അതേപോലെ തന്നെ യേശുവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ നിറയെ കഥകൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അത്. കഥകളാണ്. എവിടെയൊക്കെ യേശു സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തോടൊപ്പം കഥകളും സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എത്രയോ കഥകൾ, ഏതാണ്ട് 35ഓളം ഉപമകളിലൂടെ യേശു സംസാരിച്ചു. അതിലധികം സംഭാഷണങ്ങളിലൂടെയൊക്കെ തന്നെ കഥകളിലൂടെയുള്ളൊരു ലോകമാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതെന്ന് കാണാം. ഈ കഥകൾ എന്ന് പറയുമ്പോൾ ആറ്റം കൊണ്ടല്ല പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, കഥകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെന്ന് കാഫ്ക പറയുന്നുണ്ട്. കഥകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഈ സമൂഹം, ഭാവനകൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഈ സമൂഹം, സങ്കല്പങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്, സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഈ സമൂഹം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഭാവനകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചേർന്നിരിക്കുന്ന വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് യേശുവിൽ വായിച്ചെടുക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് സത്യം. അതോടെ വെറുതെ ഒന്ന് തൊട്ടൊഴിഞ്ഞു പോയാൽ മാത്രം മതി, നിറയെ കഥകളെ കൊണ്ട് അതിങ്ങനെ നിറഞ്ഞ് പൂത്തുലയുന്നത് പോലെയുള്ള ഒരു അനുഭവമുണ്ട്. ഈ ഓരോരോ കഥകളിലൂടെയും നമ്മുടെ സമൂഹത്തെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം സർഗാത്മകമാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ഈ അടുത്ത ദിവസം മലയാളത്തിലെ ഒരു മുതിർന്ന കവി പശ്ചാത്തപിച്ചത് നമ്മൾ കണ്ടു. അതെന്താണ്? ബുദ്ധനും ക്രിസ്തുവും നടത്തിയ പ്രഭാഷണങ്ങൾക്കൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നാണ് ഈ കാലം അദ്ദേഹത്തോട് പറയുന്നതെന്നാണ് പറയുന്നത്. ബുദ്ധന്റെയും ക്രിസ്തുവിന്റെയും പ്രഭാഷണങ്ങളൊക്കെ തന്നെ നിഷ്പ്രയോജനമായി പോയി എന്നുള്ള ഒരു സങ്കടം പറച്ചിൽ മലയാളത്തിലെ ഒരു കവി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഇവരുടെ വാക്കുകൾക്ക്, ഇവർ ചരിത്രത്തിന്റെ ചെയ്ത വാക്കുകൾക്ക് എന്തുമാത്രം എന്തുള്ളായ പ്രചോദനങ്ങൾ ഉണ്ടായി. ഒരുപാട് പേരെ അഴിച്ചു പണിതിട്ടുള്ള ആ വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തെ ഒന്ന് റീഡിഫൈൻ ചെയ്യാനും അതിനെ ഒന്ന് പുനർഭാവന ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 35 വർഷം കേരളവർമ്മ കോളേജിലെ അധ്യാപക വൃത്തി അവസാനിപ്പിച്ചപ്പോഴേ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് പാണ്ഡിത്യങ്ങളും ഒക്കെ തന്നെ വിളമ്പിക്കൊണ്ടിരുന്നു. അതിനാവശ്യമായ രീതിയിൽ പല പല പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ച് വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ പുറത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചത് എങ്ങനെയാണ് ഈ ലേണിംഗ് എങ്ങനെയാണ് അൺലേൺ ചെയ്യാൻ സാധിക്കുക, ഇതിനെങ്ങനെയാണ് കഴിക്കാൻ സാധിക്കുക, ഇതിനെയൊക്കെ തന്നെയാണ് എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ സാധിക്കുക, അറിവുകളെ എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ സാധിക്കുക. സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അറിവുകൾ മറന്നു പോകുമ്പോൾ തിരിഞ്ഞു വരുന്നതിന് ഒന്നിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്, അറിവിനെയും പിടിച്ചിരിക്കുന്നതിനെയല്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഏതാണ്ടൊക്കെ തന്നെ നമ്മൾ ഉപേക്ഷിക്കുകയും നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലും അനുഭൂതികളിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മൗലികമായിട്ടുള്ള, കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പുസ്തകങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആശയങ്ങളെ വീണ്ടും അനുകരിച്ച് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ചെറിയ മനസ്സിൽ നിന്ന് കിരിഞ്ഞിറങ്ങി വരുന്ന കാര്യങ്ങൾ എന്ന് 100% ഞാൻ മനസ്സിലാക്കുകയും പിന്നീട് എൻ്റെ ജീവിതത്തിനകത്ത് വായന വളരെ കുറയ്ക്കുകയും അത് സ്വന്തം ഹൃദയത്തിലേക്ക് കുറച്ചുകൂടി നോക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരാൾ സഞ്ചരിക്കുക എന്നാൽ വെച്ചാൽ അർത്ഥം അയാൾ ആന്തരികമായി സഞ്ചരിക്കുക എന്നാണ് അർത്ഥം. അയാൾ പുറത്തേക്കുള്ള സഞ്ചാരമല്ല. പുറത്ത് അന്വേഷിക്കുന്നത് മുഴുവൻ അയാൾ അകത്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും പുറത്ത് പല കാര്യങ്ങളും ഇങ്ങനെ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, പുറത്ത് പല സ്ഥലങ്ങളിലൂടെ അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് ഏതൊരു സഞ്ചാരവും ആന്തരിക സഞ്ചാരങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടായില്ല. അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ കഴിഞ്ഞ ഏകദേശം ഒരു 8-10 വർഷങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് തീർച്ചയായിട്ടും ക്രിസ്തുവും കടന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ജോണച്ചനെ പറ്റി പറയാൻ പറ്റിയില്ല. തുടക്കത്തിൽ എനിക്ക് പറയാൻ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി ട്രെയിനിൽ ഇറങ്ങി വന്നപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം ചൂടുള്ള കഞ്ഞി കരുതി വെച്ചിരിക്കുകയായിരുന്നു. ചൂടുള്ള കഞ്ഞി അല്പാൽപമായിട്ട് കോരി കുടിക്കുന്നതിനിടയിൽ
അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് മധുരകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എത്ര ലാളിത്യത്തോട് കൂടിയിട്ടാണ്, എത്ര യാതൊരു പരിവേഷങ്ങളും ഇല്ലാതെ അദ്ദേഹം ചില കാര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ അവതരിപ്പിക്കുകയായിരുന്നു. ഞാൻ അത്രയധികം പേരിൽ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള നിഷ്കളങ്കത, അത്തരത്തിലുള്ളതായ യാതൊരു നേരിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന വാക്കുകൾ അതിൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ആ ചൂടുകഞ്ഞി കുടിച്ചുകൊണ്ടുള്ള ഇന്നലത്തെ രാത്രിയെ എനിക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, പല കാലങ്ങളായിട്ട്. പക്ഷെ കവിതകൾ ധാരാളമായിട്ടല്ല, കവിതകൾ എഴുതുന്നുണ്ട്. പക്ഷേ കവിതകളുടെ എണ്ണം വളരെ കുറവാണ്. എനിക്ക് 65 വയസ്സായി. 65 കവിതകൾ പോലും ഞാൻ എഴുതി തീർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ന് എല്ലാവരും അത്രയും ആവേശത്തിൽ കവിതകളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കവിതാ സമാഹാരങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറക്കിയ ആകെ പുസ്തകം 3-4 പുസ്തകങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ചെറിയ കാലത്ത്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല മാധ്യമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അധ്യാപകനായിട്ടും പ്രഭാഷകനായിട്ടും യാത്രികനായിട്ടും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിനെ ശരിക്കും അർത്ഥവത്താക്കുന്ന കവിതയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കവിത എന്നെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമായിട്ടുള്ള ഒരു ആനന്ദ ലഹരിയാണ്. എപ്പോഴത് വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കവിത എഴുത്തുമാണ്. അതൊരിക്കലും നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ അതിനെ കിട്ടുകയില്ല, അതിനെ ആവിഷ്കരിക്കാൻ കഴിയുകയില്ല. അത്തരത്തിൽ വളരെ പ്രയാസകരമായിട്ടുള്ളതും എന്നാൽ ഏറ്റവും അധികം ആനന്ദം നൽകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കവിത എഴുത്ത്. അപ്പൊ കവിതയെ ഞാൻ അങ്ങനെ അത്രമാത്രം സ്നേഹിക്കുകയും എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ നിക്ഷേപമായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോൾ പോലും വളരെ കുറച്ച് കവിതകൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ എന്നുള്ളതിന്റെ ഒരു കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ട്. ശരിക്കും അയാൾ അപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് കവിതകൾ എഴുതുകയല്ലേ ചെയ്യേണ്ടതെന്ന് നമുക്കൊക്കെ തോന്നാം. ഞാൻ കവിത എഴുതുന്നതിനേക്കാൾ കൂടുതൽ കവിത എഴുതാതിരിക്കുന്നതിലുള്ള ഒരു ആനന്ദം അനുഭവിക്കുന്നുള്ളതാണ്. എഴുതിയ കവിതകളെക്കാൾ എഴുതാത്ത കവിതകളോടാണ് എനിക്ക് സ്നേഹം. അതിനോടാണ് എനിക്ക് കൂടുതലായിട്ടുള്ള പ്രിയമുള്ളത്. എഴുതാത്ത കവിതകൾ അതിങ്ങനെ എൻ്റെ എഴുത്തുമുറിക്കകത്തും എൻ്റെ വീടിനകത്തും ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. എഴുതാത്ത കവിതകൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ് കവിതയോടുള്ള എൻ്റെ സ്നേഹം. അത്ഭുതങ്ങളെ നിരന്തരമായിട്ട് കൊണ്ടുവരുന്നു. അത് എഴുതാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് പല അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒക്കെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഭാഷയുടെ മേലുള്ള ഒരു അത്ഭുത ആവിഷ്കാരമാണ് കവിതയിൽ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കവിതയുടെ ഒരു ലോകം ഞാൻ വളരെ മുമ്പേ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. എനിക്കൊരു കവി ആകണം എന്നുള്ള ഒരു വലിയ ഒരു ദൃഢനിശ്ചയം, അതൊക്കെ തെറ്റായ കാര്യമാണെന്ന് എനിക്കറിയാം, നിശ്ചയം എനിക്കൊരു നല്ല കവിയാകണം എന്നുള്ളത്. അങ്ങനെ കൊച്ചുനാളിൽ തന്നെ പലതരത്തിൽ എന്തൊക്കെയോ കുറിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ എഴുതിയ കവിതകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ എൻ്റെ കവിതാ സമാഹാരത്തിന്റെ പേര് തച്ചനറിയാത്ത മരം എന്ന കവിതയാണ്. തച്ചനറിയാത്ത മരം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അപ്രവേശ്യമായിട്ടുള്ള, അജ്ഞാതമായിട്ടുള്ള, സ്പർശിക്കാൻ കഴിയാത്ത, ഇൻടാൻജിബിൾ ആയിട്ടുള്ള ഒരു ലോകമുണ്ട്. നമുക്ക് സ്പർശിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അജ്ഞാതമാണത്. ആ ലോകത്തിൽ അത്തരമൊന്നിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അജ്ഞാതമായതിനെ നമ്മളിങ്ങനെ അതിനോടുള്ള ആകാംക്ഷകളായിട്ടാണ് നമ്മുടെ കവിത ജീവിക്കുന്നത്. അങ്ങനെ ഒരിക്കലും തൊടാൻ കഴിയാത്ത ഒരു മരമായിട്ട് ഞാൻ എൻ്റെ കവിതയെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറിയ പ്രായത്തിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു യാത്രയ്ക്ക് പോയി കർണാടകത്തിലൊരു വനത്തിലൂടെ സഞ്ചരിച്ച സമയത്ത് ഒരു മരം കണ്ടു. ആ മരത്തിന്റെ വിചിത്രമായിട്ടുള്ള ഒരു മരമാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം. ആ മരം എന്ത് സ്പേഷ്യസിൽപ്പെട്ട മരമാണെന്ന് ഞാൻ അന്വേഷിച്ചു. ആർക്കും അറിയില്ല അത്. ആ മരം അങ്ങനെ നിൽക്കുകയാണ് അതിന്റെ രഹസ്യത്തിൽ. അതിന് ചുറ്റുപാടുമുള്ളവരെ മുഴുവനും നിഗൂഢമാക്കിക്കൊണ്ട് ഒരുപാട്, അങ്ങനെ തച്ചന്മാർക്ക് പോലും ആ മരം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ആ മരം, അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രയാസം നമുക്കറിയാം. അപ്പോൾ അതിന് പല കഥകളുണ്ടാവും. അതിൻ്റെ താഴെ ഒരു പുലിയുടെ രോമം മുളച്ചു പൊന്തിയിട്ടുണ്ടായതാണ്, അങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ. ഒരു കാര്യത്തെ നിർവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നതെന്ന് കാണാൻ സാധിക്കും. എന്തായാലും പോട്ടെ, അങ്ങനെ അത് മുൻനിർത്തിക്കൊണ്ട് ഞാനൊരു ദീർഘ കവിത എഴുതി. തച്ചനറിയാത്ത മരം എന്ന് പറയുന്ന ഒരു കവിത എഴുതി. ആ കവിത ഞാൻ ആലോചിക്കുകയാണ്, പിന്നീട് എഴുതിയ കവിതകൾ വെച്ച് നോക്കുമ്പോൾ ആ തച്ചനറിയാത്ത മരത്തിലാണ് ഞാനിപ്പോൾ തറഞ്ഞു നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എനിക്കറിയാൻ കഴിയുന്നില്ല. അജ്ഞാതവും അപ്രവേശ്യവുമായിട്ടുള്ള ഒരു അവസ്ഥ, അത് ദൈവമായിരിക്കാം, മറ്റെന്തുമായിരിക്കാം. അതിനോടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മിസ്റ്ററി, ആകാംക്ഷയിലാണ് ഞാൻ എൻ്റെ കവിതയെ കുറെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനകത്ത് തച്ചൻ യേശുവായിട്ട് പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആദ്യത്തെ ഒരു സമാഹാരം കഴിഞ്ഞിട്ടാണ് നഗ്നൻ എന്ന് പറയുന്ന ഒരു സമാഹാരം ഉണ്ടാകുന്നത്.
നഗ്നനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അതിനൊരു ഒരു ഒരു മൂർത്തത സംഭവിച്ചു എന്ന് പറയും. അത് മറ്റൊരു അമൂർത്തതയാണ് ഇങ്ങനെ കാണുന്നു എന്നുള്ളത്. അത് യേശുവുമായിട്ട് അതിനെ വളരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ആ കവിത എഴുതിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട യേശുവോ നീ എന്നാണ് അവനടുത്ത് ചോദിക്കുന്നത്. അബോർട്ടർ ക്രൈസ്റ്റ്, പണി പൂർത്തിയാവാത്ത യേശു ആവുന്നില്ല. യേശുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്, യേശു ആകാൻ കഴിയുന്നില്ല. അത് എവിടെ വെച്ച് ഭ്രൂണഹത്യ ചെയ്യപ്പെട്ടു, അബോർട്ട് ചെയ്യപ്പെട്ടു. ഇതാണ് സത്യത്തിൽ എല്ലാവർക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെയും അവസ്ഥ അതാണ്. ഒരു ഭ്രൂണഹത്യ ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ്. യേശു ആവാനായിട്ട് എത്രയോ ആഗ്രഹിച്ചു, പക്ഷെ അത് ഫ്ലവർ ചെയ്യുന്നില്ല. അതിനനുകൂലമായിട്ടുള്ള പലതും വന്നു ചേരുന്നില്ല. ആഗ്രഹമാണെങ്കിൽ അത്രമാത്രവും ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കിടന്ന് പെടയുന്ന ഒരു മനുഷ്യനെയാണ് നഗ്നൻ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ദൈവം എന്നെ നോക്കി, ഞാൻ അന്ധനായി എന്നൊക്കെ വിധത്തിൽ അവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് ഹൗവ മുലപ്പാൽ കുടിക്കുന്നു എന്ന് പറയുന്ന ഒരു കവിത വരുമ്പോഴും ദൈവത്തെ നിർവചിക്കുന്നതിനുള്ളതായ ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. എന്താണ് ഇത്രയും കർക്കശക്കാരനായിട്ടുള്ള, ശാഠ്യക്കാരനായിട്ടുള്ള ഒരു ദൈവം എന്ന ഒരു അവസ്ഥ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന കാര്യമാണ്. നിയമങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി, ഒരാളായിട്ടാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവത്തിന് ഒരു പെണ്ണായിരുന്നാൽ എന്താണ് കുഴപ്പം എന്നതിലേക്കാണ് പോകുന്നത്. ദൈവത്തിന് പെണ്ണായിരുന്നാൽ എന്താണ് കുഴപ്പം എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കവിത വരുന്നത്. നെഞ്ചിൽ അല്പം മാംസവുമായി കുളിർ ഗന്ധത്തിൽ, ദൈവമേ നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ. നെഞ്ചിൽ അല്പം മാംസവുമായി കുളിർ ഗന്ധത്തിൽ, ദൈവമേ നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്നുള്ള വലിയ ഒരു ദാഹത്തിന്റെ, അത് ഹൗവയാണ് ചോദിക്കുന്നത്. ഹൗവ ചോദിക്കുകയാണ്. ഹൗവയ്ക്ക് മദർലെസ് ചൈൽഡാണ്, അമ്മയില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോ അമ്മയില്ലാത്ത കുഞ്ഞ് അമ്മയുടെ ദാഹം, അതിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ദാഹം അല്ലാതെ അനുഭവിക്കുന്ന ഒന്നായിട്ടാണ് അതിനകത്തെ ഹൗവയെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തെ അങ്ങനെ ഒന്ന് പെണ്ണാക്കി മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ആ കവിതയ്ക്കകത്തൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഇങ്ങനെ എല്ലാ കവിതകൾക്കകത്തും വലിയ സംഘർഷങ്ങളാണ് സാഹിത്യം എന്നാണ് ഞാൻ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത്. സംഘർഷങ്ങൾ ഉണ്ടായാലേ, സങ്കടങ്ങൾ നിറഞ്ഞാലേ സാഹിത്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ സംഘർഷങ്ങളുടെ ലോകത്തിൽ ജീവിച്ചു. പക്ഷേ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സംഘർഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുക, അപ്പോഴാണ് സാഹിത്യം ഉണ്ടാകുന്നത് എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ നഗ്നൻ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ ആരംഭത്തിൽ എഴുതി, തച്ചെന്നറിയാത്ത മരം, ആദ്യത്തെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതി, വിശ്വാസിയാകാനുള്ള ആത്മയുദ്ധങ്ങളാണ് എനിക്ക് കവിതകൾ എന്നാണ് ഞാൻ അതിനകത്ത് ആദ്യത്തെ വരിയായിട്ട് എഴുതിയത്. വിശ്വാസിയാകാനുള്ള ആത്മയുദ്ധങ്ങളാണ് എനിക്ക് കവിത. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നതിനെ പ്രശ്നവൽക്കരിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശ്വാസം ആണ് വിമോചനം. വിശ്വാസത്തിൽ നിന്നാണ് വിമോചനങ്ങൾ ഉണ്ടാകുന്നത്, സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകുന്നത്, ലിബറേഷൻസ് ഉണ്ടാകുന്നത്. അത് വിശ്വാസം അങ്ങനെ ഒതുങ്ങിയിരിക്കേണ്ട ഒന്നല്ല. അത് എത്രത്തോളം ചലനാത്മകമാക്കാമോ, അതിനെ ഒഴുക്കിലേക്ക് എടുത്തിടാമോ, അപ്പോഴാണ് വിശ്വാസം അതിൻ്റെ ശരിയായ സ്വഭാവം കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില പരാജയപ്പെട്ട പരിശ്രമങ്ങളാണ് എൻ്റെ കവിതകൾ എന്നൊരർത്ഥത്തിൽ പറയാം. അപ്പൊ എനിക്ക് പിന്നെ ഈ കവിതകളോട് തന്നെ സ്നേഹം കുറഞ്ഞു. ഞാൻ അപ്പോൾ ഇതം പാരമിതം എന്ന് പറയുന്ന നോവലാണ് ഞാൻ അവസാനമായിട്ട് എഴുതിയത്. അത് എഴുതി കഴിഞ്ഞിട്ട് ഒരു 10 മാസമേ ആയിട്ടുള്ളൂ ഈ പുസ്തകം. അതെൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു പരിശ്രമമാണ് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. എന്ന് വെച്ചാൽ 33 വർഷം കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ആരും വിശ്വസിക്കില്ല, 33 വർഷം എടുത്തു. എന്ന് വെച്ചാൽ 1990 നഗ്നൻ എന്ന് പറയുന്ന കവിത ഞാൻ എഴുതി. നഗ്നൻ, നേരത്തെ സൂചിപ്പിച്ച കവിത, ആ കവിത എഴുതിയതിന് ശേഷം എനിക്ക് തോന്നി അതിനകത്തെ നഗ്നനെ ഒരു വിപുലീകരണം ഉണ്ടാവണം. അതവിടെ നിന്നാ പോരാ, അതിങ്ങനെ കുറുക്കിയെടുക്കപ്പെടേണ്ട, മാറ്റിയെടുക്കേണ്ട ഒന്നല്ല. അതിന് വിശദാംശങ്ങൾ ഉണ്ടാവണം, അതിന് ഒരുപാട് പടർച്ചകൾ ഉണ്ടാവണം. അങ്ങനെ പടർച്ചകളോട് കൂടിയിട്ട് ഒരു ആഖ്യാനം നടത്തണമെങ്കിൽ കവിതയ്ക്ക് സാധ്യമാകില്ല എന്ന് നമുക്കറിയാം. അത് കുറുക്കിയെടുക്കേണ്ട, കണ്ടൻസ്ഡ് ആക്കേണ്ട ഒരു മാധ്യമമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് അഴിച്ചു വിട്ടു. അങ്ങനെ അഴിച്ചു വിട്ടപ്പോഴാണ് ഈ ഇതം പാരമിതം എന്ന് പറയുന്ന നോവലിലേക്ക് ഞാൻ മെല്ലെ എത്തിച്ചേരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത യാത്രകൾ, എൻ്റെ വായനകൾ, അതൊക്കെ തന്നെയും ഈ പുസ്തകത്തിലേക്ക് ഞാനങ്ങ് ചേർത്ത് വെക്കുകയാണ് ചെയ്തത്. പല കാലങ്ങളിൽ നടത്തിയ യാത്രകൾ. ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിച്ച പുസ്തകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ നടന്ന വഴികളാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വഴികളും
പുസ്തകങ്ങളും ഒക്കെ ചേർന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഞാൻ ഒരുപാട് അങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെയുള്ള നീണ്ട യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ നോവലിനകത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ നഗരഗ്രാമങ്ങളിലൂടെയും ഹിമാലയത്തിലൂടെയൊക്കെ പലതരത്തിലുള്ള ജ്ഞാനാന്വേഷണങ്ങൾക്ക് ലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെയാണ് ഇതിനകത്ത് അവതരിപ്പിക്കാനായിട്ട് ഇതിനകത്ത് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും 33 വർഷം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വയസ്സാണത്, പ്രായമാണത്. യേശുവിൻ്റെ ജീവിതം 33 എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഖ്യയാണല്ലോ. 33 ഒരു മാന്ത്രിക സംഖ്യയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മളുടെ 33ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 34 എന്നുള്ള വയസ്സിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലായ പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് പരിഭാഗതകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 33 ആണ് എന്നാണ് പറയുക. അത് യേശുവിൻ്റെ പ്രായമായാലും ശങ്കരാചാര്യരുടെ പ്രായമായാലും വിവേകാനന്ദ സ്വാമികളുടെ പ്രായമായാലും അങ്ങനെയുള്ളത് പോട്ടെ, വലിയ ആൾമാർ മാറ്റി നിർത്താം. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് തന്നെ 33 വലിയ പ്രാധാന്യം എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പരിഭാഗമാകുന്ന, മെച്ചുവേർഡ് ആവുന്ന ഒരു പ്രായമാണ്. അവിടെ എന്തുമൊക്കെ സംഭവിക്കാം. അങ്ങനെ 33 എന്നാണ് ഞാൻ ഈ പുസ്തകത്തിന് ആദ്യം പേരിട്ടത്. 33 എന്നാണ് പേരിട്ടത്. 33ന്റെ അനുഭവങ്ങളെയാണ് ഇതിനകത്ത് പറയാനായിട്ടൊക്കെ കുറെ ശ്രമിച്ചിട്ടുള്ളത്. 33 അധ്യായങ്ങളാണ്, 33 കഥാപാത്രങ്ങളാണ്. അങ്ങനെ 33 ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെ വളരെ ആസൂത്രണത്തോട് കൂടിയിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു പുസ്തകം ആരംഭിച്ചു. പക്ഷെ പിന്നീട് എൻ്റെ കൈവിട്ടുപോയി. അതാണ് സത്യം. ആസൂത്രണങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ യാതൊരു കാര്യവുമില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആസൂത്രണങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. അത് അതിനെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ കടന്നു പോകുന്നതിനെ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രം മതി. കടന്നു പോകുന്നതിനെ അനുവദിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എത്രയോ കാര്യങ്ങൾ കടന്നു പോകുന്നു. അതിന് നിമിത്തങ്ങളുണ്ട്, ആകസ്മികതകളുണ്ട്, യാദൃച്ഛികതകളുണ്ട്. ഇതെല്ലാം എന്തുമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വളരെ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് യാദൃച്ഛികതകൾ നമുക്ക് നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ യാദൃച്ഛികതകൾക്ക് ഞാൻ വിട്ടുകൊടുത്തു. അങ്ങനെ ഈ നോവലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഹാപ്പനിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഹാപ്പനിങ് എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഈ കടന്നു പോകുന്നതിന് നമ്മൾ എങ്ങനെയാണ് ആദരപൂർവ്വം അതിനെ നമ്മൾ അംഗീകരിക്കുന്നത്, വാശി പിടിക്കാതിരിക്കുന്നത്. ഇങ്ങനെ ഈ കഥാപാത്രം അങ്ങനെ ഹാപ്പനിങ്ങിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. മെല്ലെ മെല്ലെ എൻ്റെ ഈ നോവലിൻ്റെ ആസൂത്രണങ്ങൾ മാറി അത് ഹാപ്പനിങ്ങിന് വിട്ടുകൊടുത്തു. എൻ്റെ ഈ കഥാപാത്രം അങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ്. ഒരു സഞ്ചാരഗതിയാണ് ഇതിനകത്തെ ലെവിൻ എന്ന് പറയുന്ന കഥാപാത്രം. അയാൾ അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഗുരുക്കന്മാർ ഈ നോവലിലെ ഒരു കഥാപാത്രങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട്. ഗുരുനിത്യ ഈ നോവലിലെ 4 അധ്യായങ്ങളിലെ കഥാപാത്രമാണ്, അല്ലാതെ പരാമർശങ്ങളല്ല. ദലൈലാമ ഈ നോവലിലെ ഒരു കഥാപാത്രമാണ്. രമണ മഹർഷി ഇതിനകത്തെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ നടന്നു പോകുന്നു. ഒരുപാട് ലാൻഡ്സ്കേപ്പുകൾ അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലൂടെയൊക്കെ പോകുന്നതും അങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് ദർശനങ്ങൾ. ഏതാണ്ട് ഈ പുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നത്, വായിച്ചിട്ടുള്ളവർ പറയുന്നത് ഏതാണ്ട് ഒരു 400ഓളം പുസ്തകങ്ങൾ ഇതിനകത്ത് ആശയങ്ങൾ അതിനകത്ത് സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഞാൻ ഇതുവരെ വേദനിച്ച് വായിച്ച പുസ്തകങ്ങളായാലും ഞാൻ നടത്തിയ വഴികളായാലും ഒക്കെ തന്നെ ഈ നോവലിലേക്ക് അങ്ങ് കോരി ഒഴിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ നിന്ന് ഞാൻ ആ കാര്യമല്ല, അതിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സംഘർഷങ്ങളല്ല ജീവിതമെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി. നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നതിലാണ് ജീവിതം. നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഈ നോവൽ മുഴുവൻ അപ്രത്യക്ഷമാക്കലിനെ കുറിച്ചാണ്. ഡിസപ്പിയറിംഗ് ആണ് ഈ നോവലിലെ ഒരു വിഷയം. വരുന്നു, അവർ അപ്രത്യക്ഷമാകുന്നു, നേടുന്നു, ഉപേക്ഷിക്കുന്നു. പലതരത്തിലായ ആ മനുഷ്യർ ബന്ധപ്പെടുന്നു, ആ ബന്ധങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകുന്നു. അങ്ങനെ അതിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോവുകയാണ് ആ മനുഷ്യൻ. എന്തൊരു സന്തോഷമാണ് അയാൾക്ക് അവസാനം ഉണ്ടാകുന്നത്. നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രം ഗോകർണം കടപ്പുറത്ത് ഇരുന്ന് ഒരു പാതിരാത്രി, ഈസ്റ്റർ രാത്രിയിലാണ് അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ അതുവരെയുള്ള കാര്യങ്ങളെ മുഴുവനും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ശരിക്കും അത് വന്നാലേ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും അത് കഴിഞ്ഞിട്ട് അയാൾ കടപ്പുറത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അയാളുടെ പേര് പോലും ഉപേക്ഷിക്കുകയാണ്, കടലിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. പേര് പോലും എനിക്ക് എന്താണ് എന്ന് വെച്ചാൽ, നമുക്ക് അഹങ്കാരങ്ങൾ എന്തിനാണ്? അഹന്തയാണ് നമ്മുടെ പേരുകൾ എന്ന് പറയുന്നത്. അഹന്തയെ പോലും നമ്മൾ അലിയിച്ചു കളഞ്ഞാൽ ജീവിതം എന്തുമാത്രം പ്രകാശമുള്ളതായി മാറും എന്നുള്ളതിലേക്കാണ് ഈ നോവൽ എത്തിച്ചേരാനായിട്ട് ശ്രമിച്ചത്. അതിനകത്ത് യേശു വരുന്നുണ്ട്.
യേശുവിൻ്റെ ഭാഗം ഫാദർ ലിയോ എന്ന് പറയുന്ന അച്ഛനിലൂടെയാണ് അതിനകത്ത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് യേശുവിനെ കുറിച്ച് മിശിഹ ആരാണ് എന്ന് ലേവിയുടെ പുസ്തകത്തിൽ ലേവിയുടെ മകനായിട്ടുള്ള ജോഷിക്കുണ്ടാവുന്ന ഒരു ദർശനം നമ്മൾ വായിക്കുന്നുണ്ട്. മിശിഹ ആരാണെന്നുള്ളത്, മിശിഹ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാര്യം പഴയ നിയമത്തിലാണ് പറയുന്നുണ്ട്. അവിടെ ഒരുപാട് മനുഷ്യരെ, ഒരുപാട് രോഗികളായിട്ടുള്ള മുറിവേറ്റവരായിട്ടുള്ള മനുഷ്യരിങ്ങനെ കൂടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ യേശുവും മിശിഹായും ഉണ്ട്. മിശിഹായെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? മിശിഹായെ കണ്ടെത്താൻ ഒരു മാർഗമേ ഉള്ളൂ. അതിനകത്ത് അവിടെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യരുടെ മുറിവുകൾ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് തുണി അഴിച്ചു മാറ്റിയിട്ട് ഒരുമിച്ച് അതെല്ലാം അഴിച്ചു മാറ്റുക ചെയ്യാത്ത ഒരാളുണ്ട്. ഒരുമിച്ച് ഇതൊന്നും മാറ്റുന്നില്ല. ഓരോ മുറിവും അതിൻ്റെ മുറിവ് അഴിച്ചു മാറ്റിയിട്ട് ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അതാണ് മിശിഹ എന്നാണ് പറയുന്നത്. ഒരു മിശിഹ ഓരോ മനുഷ്യനോടും വ്യക്തിപരമായിട്ട് അവരുടെ വേദനകളെ സൗഖ്യപ്പെടുത്തുകയും അവരോട് പരിഗണനകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അതിനകത്തുണ്ട്. അയാളാണ് മിശിഹ എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഇതിനകത്ത് നമ്മൾ വരുന്നുണ്ട്. അത് അവിടെ ആ കഥ അവിടെ കോട്ട് ചെയ്യുന്നുള്ളതിൻ്റെ അല്ല, മറിച്ച് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുന്നു വരുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മുറിവേറ്റവരിലേക്ക് എങ്ങനെയാണ് സൗഖ്യങ്ങൾ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള അത് ഈ പുസ്തകത്തിന്റെ അവതാരികയിലെ ബോബി ജോസച്ചൻ പറയുന്നത് ഇതൊരു ബുക്ക് ഓഫ് ഹീലിംഗ് എന്നാണ്. അത് സൗഖ്യത്തിന്റെ പുസ്തകമാണിത്. ഇത് വായിക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ അസ്വസ്ഥതകൾ, അവന്റെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഒരു പരിധി വരെ ഒന്ന് സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഈ പുസ്തകത്തിന് സാധിക്കുമെന്നുള്ള രീതിയിൽ അതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ഈ കഥാപാത്രം ലെവിൻ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ആ കഥാപാത്രത്തിന് അത് ഫ്രണ്ട്ലിനെസ് എന്നാണ് ആ ലെവിൻ എന്നുള്ള വാക്കിനർത്ഥം. ഫ്രണ്ട്ലിനെസ് എന്നാണ്. സൗഹൃദം, സൗഭ്രാത്രം എന്ന് പറയുമല്ലോ. എല്ലാത്തിനും ഒരു വ്യക്തിയോട് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് അല്ല ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വരികയും പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ ഫ്രണ്ട്ലിനെസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഉപാധികളില്ലാത്ത സ്നേഹമാണ്. ഉപാധികളില്ലാത്ത സ്നേഹം അത് അനശ്വരമായിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ. ഉപാധികളുള്ള സ്നേഹമാണ് ഫ്രണ്ട്ഷിപ്പിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പൊക്കെ മടുത്തു പോകും. എന്നാൽ ഫ്രണ്ട്ലിനെസ് ആണ് നമുക്കുള്ളതെങ്കിൽ അത് എല്ലാ കാലത്തേക്കും അത് നിലനിൽക്കും. ഉപാധികളില്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ഉപാധികളില്ലാത്ത സ്നേഹം എന്നുള്ളതിനാണ് ലെവിൻ എന്നുള്ള വാക്കിനർത്ഥം. അപ്പൊ നമ്മുടെ ഈ കഥാപാത്രം അങ്ങനെ ഉപാധികളില്ലാത്ത സ്നേഹത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് അതിനകത്ത് ബുദ്ധൻ വരുന്നുണ്ട്, രജനീഷ് ഓഷോ വരുന്നുണ്ട്, കൃഷ്ണമൂർത്തി വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ദർശനങ്ങളിലൂടെയൊക്കെ തന്നെയും ഈ മനുഷ്യൻ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ദർശനങ്ങളെ ഒന്നും അയാൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നില്ല. അതിനെ അവിടെ വെച്ച് ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോവുകയാണ്. ഒരു ദർശനവും അയാൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു സാക്ഷാത്കാരത്തിലേക്ക് അയാളെ കൊണ്ടുപോകുന്നില്ല എന്നാണ് ഈ നോവലിലേക്ക് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാനിവിടെ സംസാരിച്ചപ്പോൾ എന്താ പറയേണ്ടത്, അത് എൻ്റെ നോവലിനെ കുറിച്ചായി പോയതിൽ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ അത് ക്രിസ്തു അനുഭവമാണ് ഇതെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയാൻ ശ്രമിച്ചത്. ഇതൊരു ക്രിസ്തു അനുഭവമാണിത്. ക്രിസ്തു നേരിട്ട് വരുന്ന സന്ദർഭങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും ഇതുവരെ ഞാൻ അന്വേഷിച്ച ഒരു ക്രിസ്തു ഉണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നാനാവിധത്തിലുള്ളതായ വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അദ്ദേഹത്തിന്റെ പരിഗണനകൾ, അദ്ദേഹത്തിന്റെ മുൻഗണനകൾ, അദ്ദേഹം പാപങ്ങൾക്കൊപ്പം എങ്ങനെ നിന്നു, പാർശ്വവൽക്കരിക്കുന്നവരോടൊപ്പം നിന്നു, എങ്ങനെ ഗണികകൾക്കൊപ്പം നിന്നു, തമസ്കരിക്കുന്നവരുടെ കൂടെ എങ്ങനെ നിന്നു, അധികാരത്തിനെതിരായിട്ട് അയാൾ എങ്ങനെ നിന്നു, സമ്പത്ത്, പണം കയ്യിൽ പിടിക്കാത്തൊരു മനുഷ്യൻ, ഇങ്ങനെയുള്ള അധികാരത്തോടും സമ്പത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വെറുപ്പ്, ഇതൊക്കെ യേശുവിൽ നമുക്കൊക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെയാണ് ഇതിനകത്ത് ലെവിനായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു ക്രിസ്തു അനുഭവത്തിന്റെ പുസ്തകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും ഞാൻ ഈ പുസ്തകം എഴുതി തീർത്തതിന് ശേഷം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, കുറെ കാലങ്ങളിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഞാൻ അവിശ്വാസിയായിട്ട് അങ്ങനെ അധികം ജീവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സത്യത്തിൽ അത് എന്ന് പറയാൻ കഴിയില്ല. കാരണം തീർച്ചയായിട്ടും എനിക്കൊരു തീവ്ര രാഷ്ട്രീയത്തിന്റെ, തീവ്ര കമ്മ്യൂണിസത്തിന്റെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹവസിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അത് ഒരു അവിശ്വാസത്തിന്റെ അല്ല. കാരണം ഈ അവിശ്വാസം ശരിക്കും വിശ്വാസികൾക്കാണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിശ്വാസികൾക്കാണ് അവിശ്വാസം ഏറ്റവും കൂടുതലുള്ളത്. കാരണം സ്വന്തം വിശ്വാസത്തിന്റെ ചെറിയ ഒന്നിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ മുഴുവനും അവിശ്വസിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ വിശ്വാസം അത് ഏറ്റവും നല്ലത്. മറ്റു വിശ്വാസങ്ങളെ നമ്മൾ അവിശ്വസിക്കുകയാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എല്ലാ വിശ്വാസികളും ഏറ്റവും കൂടുതൽ അവിശ്വാസികളാണെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. വിശ്വാസത്തെ പ്രശ്നവൽക്കരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെയും വിശ്വാസത്തെയും ഒക്കെ മതത്തെയും ഒക്കെയാണ് നമ്മളിവിടെ ഈ സമയത്ത് റീ ഇമാജിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തെ തന്നെ നോവലിൽ ഞാൻ ദൈവത്തെ തന്നെ അങ്ങനെ പറയാം, എനിക്കൊരു ദൈവം വേണം. ആ ദൈവം എന്താണ്, ചരിത്രാവശിഷ്ടങ്ങളിലൂടെ വേദനയോടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ, നിന്ദിതനും അപമാനിതനുമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ ഒരു എന്താ പറയേണ്ടത്, പല രീതിയിൽ പറയാൻ കുറച്ച് പോയിറ്റിക് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അപ്പൂപ്പൻ താടി പോലെ ആകാശത്തിൽ ഇങ്ങനെ ഭാരമില്ലാതെ പാറി നടക്കുന്ന ഒരു ദൈവം, പല രീതിയിൽ എനിക്ക് ബലം തരും, അങ്ങനെ പല രീതിയിൽ നൃത്തം ചെയ്യുന്ന ഒരു ദൈവം, പാട്ടുപാടുന്ന ഒരു ദൈവം, അരുവിയുടെ മർമരങ്ങൾക്കടുത്തിരുന്ന് പാട്ടുപാടുന്ന ഒരു ദൈവം, നൃത്തം ചെയ്യുന്ന ഒരു ദൈവം. അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു ശാഠ്യക്കാരനല്ലാത്ത ഒരു ദൈവത്തെ നമ്മളെല്ലാവരും നമ്മുടെ ഒരു പേഴ്സണൽ ഗോഡിനെയൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ അതിൽ അനുരാഗപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അത് ശരിക്കും നമ്മുടെ ആത്മീയതയെ നിർവചിക്കാൻ നമുക്ക് വളരെയേറെ സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആത്മീയത മിക്കവാറും അത് ആചാരനിഷ്ഠമായിട്ടുള്ള ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആചാരത്തിന്റെ ഈ ഒരു ആധിക്യം കൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ ആത്മീയതയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആത്മീയത കുറെ കൂടി തുടർന്ന് കിടക്കേണ്ട, കുറെ കൂടി സൗന്ദര്യാത്മകമാകേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുണ്ട്, പുരോഹിതന് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു വ്യക്തിത്വം ആവശ്യമുണ്ട്. അയാൾ ഒരു സ്ത്രൈണ പുരോഹിതനാകണം, ഒരു ഫെമിനിൻ പ്രീസ്റ്റ് ആയിരിക്കണം, അയാൾ ഒരു ഹരിത പുരോഹിതനാകണം, ഒരു ഗ്രീൻ പ്രോഫറ്റ് ആയിരിക്കണം, ഗ്രീൻ പ്രീസ്റ്റ് ആയിരിക്കണം, അയാൾ ഒരു സൗന്ദര്യാത്മക പുരോഹിതനായിരിക്കണം, എസ്തെറ്റിക് പ്രീസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ഒരു ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ സൃഷ്ടിക്കേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ അധ്യായങ്ങൾ നമ്മൾ എഴുതണം. ജോൺ പോൾ മാർപ്പാപ്പയാണത് പറഞ്ഞത്. എല്ലാ കമ്മ്യൂണിറ്റിയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ ചരിത്രത്തിനകത്ത് ഒരു പുതിയ അധ്യായം ഉണ്ടാവേണ്ട സമയമാണ്, പുതിയതായിട്ട് കൂട്ടിച്ചേർക്കേണ്ട സമയമാണ്. അത് വേണ്ടതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കാൻ കിട്ടുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. പ്രത്യേകിച്ചും എന്തുമാത്രം നമ്മളെ ആവേശഭരിതമാക്കുന്ന ഒന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വം മാത്രം മതി. നമുക്ക് ഒരു അത്രയും വലിയ പുണ്യം ചെയ്തൊരു തലമുറയാണ് നമ്മുടേതെന്ന് പറയാം. അദ്ദേഹം ക്രിസ്തുവിന്റെ ലാളിത്യത്തെയും ക്രിസ്തുവിന്റെ ആ വിവേകത്തെയും അത് കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും ഒക്കെയുള്ള ആ പരിഗണനകളുടെയും മതേതരമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള ആലോചനകളുടെയും ഒക്കെ ആയിട്ടുള്ള വലിയൊരു തുറന്ന ഒരു ആകാശം നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉണർത്തിയെടുത്തിട്ടുള്ള ഒരു വലിയൊരു ഊർജ്ജമുണ്ട്. ആ ഊർജമൊക്കെ നമ്മുടെ ജീവിതത്തെ കുറെ കൂടി പുനർഭാവന ചെയ്യുവാനായിട്ട് സഹായകമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.